ശ്രീമദ് ഭാഗവതം ക്ലാസ് 336 സ്കന്ധം 12 അവസാനത്തെ അധ്യായം 13ാമത്തെ അധ്യായം പുരാണ സംഖ്യയും ഭാഗവതദാന മഹത്വവും. പുരാണ സംഖ്യ, പുരാണങ്ങൾ എത്രയുണ്ട്, അതിൽ എത്ര ശ്ലോകങ്ങളെല്ലാം വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നത്. നമുക്കെന്താണെന്ന് നോക്കാം. ഒന്നിൽ സൂതൻ പറയുകയാണ്, ആരെ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെ തന്നെ, ശ്രീഹരിയെ തന്നെ. ബ്രഹ്മദേവനും വരുണനും ഇന്ദ്രനും രുദ്രനും മരുത്തുക്കളും ശ്രേഷ്ഠ സ്തുതികളാണ്. ആരെയാണ് സ്തുതിക്കുന്നവരെല്ലാം? ആ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ. ഇനി ആരെ ഷഡ്ശാസ്ത്രങ്ങളുടെ അംഗങ്ങളും വേദങ്ങളുടെ 6 അംഗങ്ങളും പദം, ക്രമം, ഉപനിഷത്ത് ഇവയോടുകൂടി വേദങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. അപ്പം വേദങ്ങളും അവയുടെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് ആരെയാണോ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾ ആരെ പറ്റിയാണോ പറയുന്നത്, അതും ആരെ തന്നെയാണ്? ആ ബ്രഹ്മത്തെ. അവസാനമായി പറയുന്നത് എല്ലാം എത്തിച്ചേരുന്നത് ബ്രഹ്മത്തിലാണ്. ആരെ സാമഗാനം ചെയ്യുന്നുവോ, സാമഗാനം, സാമവേദത്തിൽ സാമഗാനത്തിലൂടെ ആരെയാണ് സ്തുതിക്കുന്നത്, ആരെ ധ്യാനത്താൽ ധ്യാനിക്കുന്നു, യോഗികൾ ധ്യാനിക്കുന്നു, സ്ഥിരമായ ഭാവത്തിങ്കൽ ചെന്ന മനസ്സുമായി, സ്ഥിരം ഉറച്ച മനസ്സുമായിട്ട് യോഗികൾ ധ്യാനിച്ചിട്ട് ആരെ നേരിൽ കാണുന്നു, അവർക്ക് മാത്രമാണ് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുന്നത്, അവർക്ക് നേരിട്ട് അനുഭവപ്പെടുകയാണ്. ദേവഗണങ്ങളും അസുരഗണങ്ങളും ആരുടെ രൂപത്തെ അറിയുന്നില്ലയോ? ദേവഗണങ്ങൾക്കും അസുരന്മാർക്കൊന്നും ആ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേദം പലപ്പോഴും പറയുന്നുണ്ട്. സ്വയം പ്രകാശവാനായ ആ ബ്രഹ്മമാണ് പ്രകാശിക്കുമെന്നാണ്. അത് തന്നെയാണ്, അതിൽ നിന്നും ഉത്ഭവിച്ച ശക്തിയാണ് ഈ പ്രപഞ്ചമായി നാമെല്ലാമായി രൂപാന്തരം പ്രാപിച്ചത്. ആ ശക്തിക്ക് നമസ്കാരം പറയുകയാണ്. ഇനി 2 ഏതോ കാറ്റിൻ്റെ ശക്തിയാൽ, ഏതാ കാറ്റിൻ്റെ ശക്തിയാൽ അത് പിന്നീട് പറയുന്നു. ഏതോ ഒരു കാറ്റിൻ്റെ ശക്തിയാൽ സംസ്കാര ലേശത്താൽ തുടർച്ചയായി കരയെ കലക്കുവാൻ സമുദ്രജലം ഇടതലമില്ലാതെ ഗമനാഗമനം നടത്തുന്നുവോ, ഇന്നുകൂടി വിശ്രമമില്ലാതെ ചെയ്യുന്നുവോ? അപ്പോൾ ഏതോ ഒരു കാറ്റിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ സമുദ്രം ഇടതടവില്ലാതെ, നിർത്താതെ കരയെ കലക്കി വിടാൻ വേണ്ടിയിട്ട് വന്നും പോയി ഇരിക്കുകയാണ് തുടർച്ചയായിട്ട്. ആ കടലിങ്ങനെ എപ്പോഴും കരേൻ്റെ മേലെ കയറി ഇറങ്ങി നിന്നുണ്ട്, അതിനെ കലക്കി വിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പിന്നിലുള്ള കാറ്റ് എവിടെ നിന്ന് വരുന്നതാണ്? കവിഭാവനയിൽ വർണ്ണിക്കുന്നതാണ്. ആ കാറ്റ് എവിടെ നിന്ന് വരുന്നു? ഇപ്പുറത്ത് നിന്ന്, ഏതോ ഒന്നിൽ നിന്നാണ് ആ കാറ്റ് വരുന്നത്. ഈ കടലിങ്ങനെ കയറിയിട്ട് ഭൂമിയെ കലക്കാൻ. കറങ്ങുന്ന വലിയ മന്ദര പർവ്വതത്തിൻ്റെ ചൊറിച്ചിലാൽ ഉറങ്ങുന്ന ആമരൂപമാകുന്ന ഭഗവാൻ ആമരൂപത്തിൽ വന്നിട്ട് ആ മന്ദര പർവ്വതത്തെ ഉയർത്തിയിട്ടുണ്ട്. രാമയുടെ രൂപത്തിൽ വന്നിട്ടാണ് ഭഗവാൻ മന്ദര പർവ്വതം ഉറച്ചത്. പണ്ട് പറഞ്ഞതാണ്. അപ്പം പർവ്വതം അവിടെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ, അനങ്ങുമ്പോൾ ഈ ആമക്കത് ചൊറിച്ചിൽ മാരിയേ തോന്നുന്നുള്ളൂ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക്. ആ പാലാഴി മഥനത്തിലൂടെയാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ആ പ്രപഞ്ചമെല്ലാം അപ്പം അതിൻ്റെ ബലമെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ മന്ദര പർവ്വതത്തിലാണെന്ന ഭാവത്തിൽ കാണണം. അപ്പം അതങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അപ്പം കറങ്ങുമ്പോൾ ഈ ആമേൻ്റെ പുറത്തൊരു ചൊറിച്ചിൽ മാതിരി അനുഭവപ്പെടുന്നുള്ളൂ. അതാരാണ് ആമയായിട്ട് വന്നത്? ആ ശ്രീഹരിയുടെ, ആ ഭഗവാന്റെ ശ്വാസത്താലാണ്
ആ ഭഗവാന്റെ ശ്വാസമാണ്. അപ്പോൾ ആമയാകുന്ന രൂപത്തിൽ വന്ന ആ ഭഗവാന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വാസമാണ് എന്ത് ചെയ്യുന്നത്, ഈ കടലിനെ മുഴുവൻ എപ്പോഴും ചലിപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്താതെ കരയിന്മേൽ കയറിയിട്ട് ഇങ്ങനെ കരയെ കലക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം. ഭഗവാന്റെ വിശേഷണങ്ങൾ വർണ്ണിക്കുകയാണ്, എന്നിട്ട് നമസ്കാരം പറയുകയാണ്. ഇനി 3 ഇത്രയും നമസ്കാരം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ പുരാണ സംഖ്യ, പുരാണങ്ങൾ എത്രയുണ്ട്, അതിൻ്റെ സംഖ്യ എത്രയാണ്, അതിലെത്ര ശ്ലോകങ്ങളുണ്ട് മുതലാവിയും ഈ ഭാഗവതത്തിൻ്റെ വിഷയങ്ങളും അതുകൊണ്ടുള്ള പ്രയോജനവും ഭാഗവതം ദാനം ചെയ്യുക. ഭാഗവതം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാഗവതം ജ്ഞാനം കൈമാറുക, ലോകത്തെ മുഴുവൻ കൈമാറണം. കാരണം എല്ലാ സമ്പൂർണ്ണ ജ്ഞാനമടങ്ങിയതാണ് ഭാഗവതം. എന്നിട്ട് ഭാഗവതത്തിൻ്റെ പാരായണത്തിൻ്റെ മഹിമയുമെല്ലാം ഇനി പറയാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഓരോ പുരാണങ്ങളിലും പ്രധാനപ്പെട്ട പുരാണങ്ങളിലെ എത്ര ശ്ലോകങ്ങളുണ്ട് എന്നെല്ലാം ചുരുക്കി എന്ന് പറയുകയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയാണ്. ആരെങ്കിലും അധികം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ പന്തി കേട്ടിട്ടുണ്ട്, ആരോ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി പറയുന്നതായിരിക്കാം. 4 പറയുകയാണ്, ബ്രഹ്മപുരാണത്തിൽ 10,000 ഉണ്ട്, പത്മപുരാണത്തിൽ 5,500 ഉണ്ട്, 55,000 ഉണ്ട്, വിഷ്ണുപുരാണത്തിൽ 23,000 ഉണ്ട്, ശൈവപുരാണത്തിൽ 24,000 ഉണ്ട്. 5-ാമത്തേതിൽ പറയുന്നു ശ്രീ ഭാഗവതത്തിൽ 18,000, നാരദപുരാണത്തിൽ 25,000, അഗ്നിപുരാണത്തിൽ 15,400. 6-ൽ പറയുന്നു ഭവിഷ്യപുരാണത്തിൽ 14,500, ബ്രഹ്മവൈകൃത പുരാണത്തിൽ 18,000, ലിംഗപുരാണത്തിൽ 11,000. ഇനി 7-ൽ വരാഹപുരാണത്തിൽ 24,000, സ്കന്ദപുരാണത്തിൽ 65,100, അല്ല പുരാണത്തിൽ 81,100, വാമനപുരാണത്തിൽ 10,000. ഇനി 8-ൽ പറയുന്നു കൂർമ്മപുരാണത്തിൽ 17,000, മത്സ്യപുരാണത്തിൽ 14,000, ഗരുഡപുരാണത്തിൽ 19,000, ബ്രഹ്മാണ്ഡപുരാണത്തിൽ 12,000. ഇങ്ങനെ 9-ൽ പറയുന്നു ഈ പ്രകാരം പുരാണങ്ങളിലെല്ലാം കൂട്ടിയിട്ട് 4 ലക്ഷത്തോളം ഉണ്ട് എന്ന് പറയുകയാണ്. അവയെ ഭാഗവതത്തിൽ 18,000 ഉള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും കുറവുണ്ടോ, കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നെല്ലാം വേണമെങ്കിൽ പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഇനി 10-ൽ ഈ ഭാഗവത പുരാണം മുമ്പ് ഭഗവാന്റെ നാഭീകമലത്തിൽ ഇരുന്നതായിരുന്നു. അപ്പം ഭഗവാന്റെ നാഭിയിൽ നിന്നാണല്ലോ സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിയിലാണ് വേദങ്ങളെല്ലാം ഉള്ളത്. വേദത്തിൽ നിന്നല്ല സയൻസിലൂടെയല്ലേ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ ബ്രഹ്മാവ് വന്നിട്ട് ചക്ക ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ചക്കയുണ്ടായി, മാങ്ങ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മാങ്ങയുണ്ടായി, അങ്ങനെയൊന്നുമല്ല. സയൻസിലൂടെയാണ്, ശുദ്ധമായ സയൻസ്. ആറ്റങ്ങളെ ചേർത്തുകൊണ്ട് തന്മാത്രേനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ വേറെ ദിവ്യത്വമൊന്നും അവിടെയില്ല. അപ്പോൾ നാഭീകമലത്തിൽ ഇരുന്നതും സംസാര ഭയം മൂലം വലഞ്ഞ ബ്രഹ്മദേവന് കരുണ തോന്നിയിട്ട് വിവരിച്ചു കൊടുത്തതുമാണ്. ബ്രഹ്മദേവനെ സൃഷ്ടിച്ചിട്ട് നീ സൃഷ്ടി നടത്തുമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരാളെ പിടിച്ചിട്ട് നീ പോയിട്ട് ദോശ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ കൊണ്ട് പിടിച്ചിട്ട് പോയി വന്ന് ദോശ ഉണ്ടാക്കുന്നു. ആ കുട്ടിക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? ഉണ്ടാക്കേണ്ട വഴി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ഉണ്ടാക്കുന്നതിനാണ്. അതുപോലെ ബ്രഹ്മദേവൻ അത് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ആകെ അന്തപ്പെട്ടു. എന്നാൽ പിന്നെ ഇന്ന് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വേദം കൊടുത്തു, വിവരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി 11-ൽ ആദിയിലും മധ്യത്തിലും
ലീലാകഥകൾ. അതിൽ തൽപരരായവരാണ് സാധുജനങ്ങൾ. ഭാഗവതത്തിൽ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ സൃഷ്ടി തൊട്ട് അവസാനം വരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ അവസാനം ഓരോന്നും പറയുമ്പോഴും മനുഷ്യരിൽ വൈരാഗ്യം ഉണ്ടാകുന്ന തരത്തിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പ്രപഞ്ച സൃഷ്ടി ആദ്യം മുതൽ അവസാനം വരെ പറയുമ്പോൾ എപ്പോഴും ബ്രഹ്മത്തെ, ആ ശ്രീഹരിയിലേക്ക് എത്തേണ്ടിക്ക് വേണം? വൈരാഗ്യമുണ്ടാകണം എന്ന ഒരു സമീപനത്തോടു കൂടിയാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. വേദത്തിൽ അങ്ങനെ കാണില്ല. കാരണം അതൊരു സയൻസ് ബുക്കാണ്, അപര സയൻസാണ്. മറ്റുള്ള പുരാണങ്ങളിലും കാര്യങ്ങൾ പറഞ്ഞ് സയൻസ് പറഞ്ഞ ഭൗതിക ലോകത്തിലെ സയൻസ് പറഞ്ഞതാണ്. ഈ ആത്മാവിനെ അധികം പിടിച്ചിട്ടില്ല, അത് ഉപനിഷത്തിലാണ്. പക്ഷെ ഭാഗവതത്തിൽ ആദ്യം മുതലേ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തി അതായതുകൊണ്ട് ഇടക്കിടക്ക് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈരാഗ്യം ഉണ്ടാക്കാനും നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനും, എന്നിട്ട് ഈ സത്യത്തിലേക്ക് ഉൾക്കൊള്ളണം. അതാണ് ഈ ചെയ്തത്. ആറ്റം ഉണ്ടാക്കിയതും അത് തന്നെ, റോക്കറ്റ് ഉണ്ടാക്കിയതും അത് തന്നെ, എണ്ണ ഉണ്ടാക്കിയതും അത് തന്നെ, എന്നെ കൊണ്ടെന്ത് ചെയ്യിപ്പിക്കുന്നതും അത് തന്നെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഓരോ വിഷയവും പറഞ്ഞിട്ട്, എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുപോലെ ഇതെല്ലാം അവനാണ് ചെയ്യുന്നത്, അല്ലാതെ നീയല്ല. അല്ലെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരല്ല. 12 സകല വേദങ്ങളുടെയും സാരാംശം ബ്രഹ്മമാകുന്ന ആത്മാവുമായി ഐക്യപ്പെടുന്നതാണ്. അപ്പം ഭാഗവതം വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, വേദത്തിലെ സയൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ എല്ലാം ബ്രഹ്മമാകുന്ന ആത്മാവുമായി ഐക്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സയൻസ് പറയുമ്പോഴും സൃഷ്ടി നടത്തുമ്പോഴും ആ ശ്രീഹരി ഭഗവാനാണ് പ്രമോദനെ സൃഷ്ടിച്ചത്. മറ്റുള്ള ഗ്രന്ഥത്തിൽ പറയും ഇന്നാളെ മകനായിട്ടാണ് ഇന്നാളെ ജനിച്ചതെന്നാണ് പറയും സയൻസിൽ. അത് ഭൗതികമാണ്. എക്സിൻ്റെയും വൈൻ്റെയും മകനായിട്ട് സെറ്റ് ജനിച്ചു എന്ന് പറയും. പക്ഷെ ഭാഗവതം പറയുമ്പോൾ അറിയില്ല, ബ്രഹ്മാവ് എക്സും വൈയുമായിട്ട് വന്നിട്ട് അതിൽ നിന്നും സെറ്റ് എന്ന ബ്രഹ്മത്തിൻ്റെ വേറൊരു രൂപം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുക. അതാണ് മറ്റുള്ളതുമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ വ്യത്യാസം. അതുതന്നെ അദ്വിതീയം. എല്ലാം ആ ബ്രഹ്മമാണ്, രണ്ടായിട്ടൊന്നും പറയില്ല. ബ്രഹ്മം കൃഷ്ണനെ പറയുമ്പോഴും പറയും അത് ശ്രീഹരിയാണെന്ന്, രാമനെ പറ്റി പറയുമ്പോഴും അത് ശ്രീഹരിയാണെന്ന് പറയും. ബ്രഹ്മത്തെപ്പറ്റി ബ്രഹ്മാവിനെ പറ്റി പറയുമ്പോഴും പറയും അത് ശ്രീഹരി തന്നെയാണ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ അതും പറയും അവനും ശ്രീഹരി തന്നെയാണ്, ഞാനാണ് അവൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടെല്ലാം ജയിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഭാഗവതം പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്ന് മാറപ്പെട്ടിട്ട് ഒരു പരിപാടിയില്ല. നമ്മളെല്ലാം അതിൻ്റെ ഇടയ്ക്കുള്ള അതിൻ്റെ തന്നെ രൂപം തന്നെ. വെറുമെന്നൊന്നും പറയണ്ട, നമ്മളും ബ്രഹ്മം തന്നെയാണ്, നിസ്സാരന്മാരൊന്നുമല്ല. പക്ഷേ അത് മനസ്സിലാക്കിപ്പിക്കുവാനാണ് ഭാഗവതം ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി 13 ഭദ്ര പൗർണമി മാസത്തിൽ സ്വർണസിംഹ ഒരു പാത്രത്തിൽ വെച്ച് ശ്രീ ഭാഗവതത്തെ ദാനമായി നൽകുന്നുവോ അവൻ ഉത്തമ ഗതിയെ പ്രാപിക്കും. അതുകൊണ്ട് ഈ ഭാഗവതത്തെ എന്ത് വേണം? ഒരു സ്വർണ്ണ തകരത്തിൽ വെച്ചിട്ട് എല്ലാവർക്കും ദാനം ചെയ്യണം. നടക്കുന്ന കാര്യം തന്നെ. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് പ്രചരിപ്പിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണത്തടികയിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാലോ, അത്രയും ദിവ്യമായതാണ്, ആയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിന് ഇന്നാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഭാഗവതം ആർക്കും കൊടുക്കില്ല, തലേൻ്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഉത്തമഗതിയെ പ്രാപിക്കും എന്ന് പറയാണ്. 14 ഉത്തമമായ ഭാഗവതം കണ്ണിൽ പെടുന്നതുവരെ മാത്രമാണ് മറ്റു പുരാണങ്ങൾ പ്രകാശിക്കുന്നത്. 18 പുരാണങ്ങളിൽ 17 പുരാണങ്ങളും പ്രകാശിക്കുന്നത് ഭാഗവതം കണ്ണിൽ പെടുന്നത് വരെയാണ്.
കാരണം ഭാഗവതത്തിൽ ഒരുമാതിരി എല്ലാം ഉണ്ട്. മറ്റുള്ള പുരാണങ്ങളിൽ പറഞ്ഞ എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഭാഗവതം എഴുതിയിരിക്കുന്നത്. അപ്പം ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പുരാണങ്ങളെ പ്രധാനപ്പെട്ട എല്ലാം വരും. അതുകൊണ്ട് മറ്റുള്ള പുരാണങ്ങളെ എല്ലാം ഇതിനകത്തുണ്ടെന്നൊന്നും ധരിച്ചു പോകരുത്. ഈ ചിലതെല്ലാം ഇതിനെക്കാട്ടി വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റുള്ള പുരാണങ്ങളിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാറ്റിനെയും ഏകീകരിച്ചുകൊണ്ട് അതേസമയം ബ്രഹ്മത്തെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈശ്വരനെ വിട്ടിട്ടുള്ള, ശ്രീഹരിയെ വിട്ടിട്ടുള്ള, ഈശ്വരൻ ശ്രീഹരി എന്ന് പറയുമ്പോൾ കൃഷ്ണനെ പറയുമ്പോഴും ശ്രീഹരി എന്ന് പറയും. നേരത്തെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഏറ്റവും നികൃഷ്ടമായ എന്തായാലും അതെല്ലാം ഞാൻ തന്നെ. അതുകൊണ്ടല്ലേ രാസലീലയിൽ വേശ്യകളുമായിട്ടും എല്ലാം പറഞ്ഞു വെച്ചിരിക്കില്ല, എല്ലാം ഞാൻ തന്നെയാണ്. ആ ഒരു അപ്രോച്ചിലാണ് ഭാഗവതം പോകുന്നത്. അപ്പം പരാസയൻസും അപരാസയൻസും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഭാഗവതം പോകുന്നത്. ഇനി 15 ഭാഗവതം എല്ലാ വേദാംഗങ്ങളുടെയും സാരമത്രേ. അതിൽ ആഗ്രഹമുദിച്ച് ആ അമൃതം നുകരുന്നവന് പിന്നെ വേറെ ഒന്നിലും ആഗ്രഹമില്ല. ഈ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിലൊന്നും ആഗ്രഹമില്ല എന്നെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഭാഗവതത്തിലെല്ലാം ഒന്നുമില്ല. ഇല്ലെങ്കിൽ പിന്നെ 17 പുരാണം വേറെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അതിലും ഉണ്ട്, മറ്റുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അത് പല വിഷയങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഭാഗവതത്തിൽ എല്ലാം ഒന്നുമില്ലെങ്കിൽ പിന്നെ മറ്റേതെല്ലാം പിന്നെ എഴുതുമില്ല. അവർ ഇങ്ങനെ വെറുതെ മെനക്കെട്ട് എഴുതേണ്ട ആവശ്യമില്ല. 17 പുരാണം എഴുതാൻ വേണ്ടിയിട്ട് എത്ര മെനക്കെട്ടിട്ടുണ്ടാവും നമുക്കറിയാലോ. അപ്പോൾ ഈ ഭാഗവതം മാത്രം നിന്നാൽ മതിയാ പോരായിരുന്നു. ഇത് സൈക്ലിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ യുഗങ്ങളിലും ഇങ്ങനെ 18 എഴുതി പിടിക്കല്ലേ. 17 മറ്റേതും ഇത് 18ാമത്തെ ആയിട്ട്. അപ്പോൾ അതിൽ വ്യത്യസ്തമായ പല വിഷയങ്ങളും ഉണ്ട്. അതൊന്നും ഭാഗവതത്തിലില്ല. ഭാഗവതത്തിൽ അതിൽ പലതും എടുത്ത് പ്രധാനപ്പെട്ട ഒരു ക്രമത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. 16 നദികളിൽ ഗംഗ പോലെ. നദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയാണ്. ആ അർത്ഥത്തിൽ അതുകൊണ്ട് ഗംഗയുണ്ടായി എന്ന് വെച്ചിട്ട് മറ്റുള്ള നദികളെല്ലാം മൂടിക്കളഞ്ഞാലേക്ക് എന്തായിരിക്കും അവസ്ഥ? ശ്രേഷ്ഠമാണ് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുമാതിരി എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് ഇതിലാണ്. അതുപോലെ നദികളിൽ ഗംഗ പോലെയും ദേവന്മാരിൽ അച്യുതനെ പോലെയും വിഷ്ണുഭക്തരിൽ പരമേശ്വരനെ പോലെയും ആണ് പുരാണങ്ങളിലെ ഭാഗവതത്തിൻ്റെ സ്ഥാനം. ഇനി 17 സകല ക്ഷേത്രങ്ങളിലും വെച്ച് കാശിക്കാണ് പ്രാധാന്യം. അതുപോലെ പുരാണ സമൂഹത്തിൽ ശ്രീമദ് ഭാഗവതം ശ്രേഷ്ഠമാണ്. ഭാഗവതത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ പുരാണങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ പ്രാധാന്യം പറയുകയാണ്. 18 വിഷ്ണു ഭക്തന്മാർക്ക് പുരാണങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് ശ്രീമദ് ഭാഗവത പുരാണം തന്നെ. അതൊരു സത്യം തന്നെയാണ്. എല്ലാവരും ഭാഗവതവും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. ഏതെടുത്തും ഭാഗവതം കൊണ്ടാണ്. എല്ലാം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം വെച്ചുകൊണ്ട് ഊഹിച്ചാൽ മതി ആ ഭാഗവത പ്രകാശനത്തിൽ എന്തെല്ലാമാണ് പറയുന്നത്. രാധേ രാധേ എന്നും പറഞ്ഞിട്ട് ആദ്യ അവസാനമല്ല അത് തന്നെ. പക്ഷേ അതൊന്നും ഇവിടെ നമ്മളെ രാധേനെ കണ്ടോന്ന് എനിക്കൊരു സംശയം. ഇവിടെ കണ്ട മാതിരി എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ വിഷ്ണു ഭക്തന്മാർക്ക് പുരാണങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് ശ്രീമദ് ഭാഗവത പുരാണം തന്നെ. ഭാഗവതം മറ്റുള്ളവയിൽ നിന്നും പൂർണ്ണമായി സന്യാസിമാർക്ക് പാപരഹിതവും അവരുടെ പാപം അകറ്റുന്നതും അദ്വിതീയവും ഏകത്വത്തിൽ എല്ലാത്തിലും ഒന്നിലേക്ക് എത്തിച്ചേരുന്നതും അവിദ്യാസംബന്ധമല്ലാത്തതും അതിന് അവിദ്യയായിട്ട് ബന്ധമില്ല, കൂടിച്ചേർന്ന് നിൽക്കുന്നില്ല. ജ്ഞാനസ്വരൂപവുമായ പരബ്രഹ്മവുമായി
ചേർന്ന് നിൽക്കുന്നു. അവർക്ക് ആർക്ക്? സന്യാസിമാർക്ക് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഈശ്വരനെ പറ്റി അതിലേക്ക് തിരിച്ച് എന്ത് പറയുമ്പോഴും ഈശ്വരനിലേക്ക് തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭാഗവതം വായിക്കുന്നവർക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി തുറക്കുന്നുണ്ട്. ആ ഭാഗവതത്തിൽ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇവയോട് കൂടിയ സർവപരിത്യാഗം കാണും. അതിൽ ജ്ഞാനമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യവും ഇതിനകത്തുണ്ട്. വൈരാഗ്യം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം എന്ത് പറയുമ്പോഴും നമ്മളെ വൈരാഗ്യം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്ത് ജ്ഞാനം നേടുമ്പോഴും ഒന്ന് പറയാണ്, ഇതെല്ലാം ആ ശക്തിയുടെയാണ്, നിനക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, നീയും ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എല്ലേ നമ്മൾ വിചാരിച്ച് ഞാൻ അത് കണ്ടുപിടിച്ച് ഇത് കണ്ടുപിടിച്ച് ഞാൻ ചന്ദ്രനിലെത്തി, ഞാൻ മറ്റേ എടുത്തെത്തി. ഭാഗവതം എന്ത് പറയുന്നത്? നിന്നെല്ലാം അവിടെ കൊണ്ടിടുന്നതുമല്ല ആ ശക്തി തന്നെയാണ്, അല്ല നീയൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് വരും? വൈരാഗ്യം വരും. അപ്പം ജ്ഞാനം നൽകുന്നുണ്ട്, വൈരാഗ്യം നൽകുന്നുണ്ട്. അതുവഴി നമ്മളെ ഭക്തിയിലേക്ക്, ആ ശ്രീഹരിയിലേക്ക്. ഇവിടെ ശ്രീഹരി എന്ന് പറയുമ്പോൾ ഭക്തി എന്നൊന്നും പറയുമ്പോൾ ആത്മീയമായിട്ടൊന്നും ചിന്തിക്കണ്ട. ഒരു സത്യം ഉൾക്കൊള്ളുക. ഏതോ ഒരു ശക്തി, അതിനെ വേദ ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ഏകമായ ഏതോ ഒരു ശക്തി പ്രപഞ്ചമുണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ്. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ ഒരു ആത്മീയത കാണേണ്ടതില്ല. നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള ആത്മീയത യഥാർത്ഥത്തിൽ ആ ദൃശ്യമായ ശക്തിയാണ് ആത്മാവ്, സത്ത. ആ അർത്ഥത്തിൽ ഏതൊരു സത്ത. പക്ഷെ അതിനെ ഋഷികൾക്ക് പോലും മനസ്സിലായിട്ട് ആർക്കും മനസ്സിലാകാനും പോകുന്നില്ല. അതെന്താ സാധനം, എന്തിനായി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നു, ആർക്കും മനസ്സിലായില്ല. അതെന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു, നമ്മളെ ഉണ്ടാക്കുന്നു, നമ്മളെ കൊണ്ട് എന്തെല്ലോ ചെയ്യിപ്പിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു, ദുരിതത്തിൽപ്പെടുത്തുന്നു. എന്നിട്ട് ഒരു ലോകം, സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അധിക സമയവും കഷ്ടപ്പാടാണ്. ഇതിൽ നിന്ന് മോക്ഷം ലഭിക്കുക, അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മോക്ഷമാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട് ആ ശക്തി തന്നെ. അതിനാൽ ഭക്തിയോടെ ഇത് പാരായണം ചെയ്യുന്നവനും അർത്ഥവിചാരം ചെയ്യുന്നവനും കേൾക്കുന്നവനും മോക്ഷം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ ശൈലിയോടെ ഭാഗവതം നമ്മളെ എവിടത്തേക്കാണ് എത്തിക്കുന്നത്? മോക്ഷത്തിലേക്കാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനാണെന്ന അഹങ്കാരം വെച്ചുകൊണ്ടിട്ടുള്ള നമ്മളുടെ തലക്കുള്ള പിടുത്തമുണ്ടല്ലോ, ഞാൻ എന്തെല്ലോ ആണെന്ന് വിചാരിച്ചിട്ടുള്ള കളികൾ, അതെല്ലാം മതിയാക്കും. നമ്മൾ നിസ്സാരന്മാരാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിവില്ല. അവൻ നമ്മളെ കൈയെല്ലാം പിടിച്ച് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ ബുദ്ധിയിൽ തോന്നിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണ്. സുന്ദരമായ ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി 19. കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മരൂപിയായ ബ്രഹ്മാവിനും, ആദ്യം കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ സൃഷ്ടി തുടങ്ങുമ്പോൾ ഈ വേദം ആർക്ക് കൊടുത്തു? അത് തന്നെ ബ്രഹ്മാവായി മാറിയിട്ട് ബ്രഹ്മരൂപിയായ ആ ബ്രഹ്മാവിന് തന്നെ കൊടുത്തു. ബ്രഹ്മരൂപിയാണ്, ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറിയത്. എന്നിട്ട് അതിന് കൊടുത്തു വേദം. പിന്നെയോ ബ്രഹ്മദേവരൂപിയായ ഭഗവാനാൽ നാരദമുനിക്ക് കൊടുത്തു. ബ്രഹ്മരൂപിയായ ബ്രഹ്മാവിനാൽ നാരദമുനിക്ക് കൊടുത്തു. പിന്നെ നാരദമുനി രൂപമായ ബ്രഹ്മം അല്ലെ ഭഗവാൻ, നാരദരൂപിയായ ഭഗവാൻ. അപ്പം ഭഗവാൻ ആദ്യം ബ്രഹ്മാവായി മാറി, ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മാവായി മാറി ബ്രഹ്മാവിന് വേദം കൊടുത്തു. പിന്നെ അതേ ബ്രഹ്മമായ ബ്രഹ്മാവ് നാരദമുനിക്ക് കൊടുത്തു. അതേ ബ്രഹ്മമായ നാരദമുനി പിന്നെ കീഴെ ആർക്ക് കൊടുത്തു? വേദവ്യാസന് കൊടുത്തു. പിന്നെ വേദവ്യാസനാകുന്ന ആ ബ്രഹ്മം
ആർക്ക് കൊടുത്തു? അദ്ദേഹത്തിൻ്റെ പുത്രനായ ശ്രീ ശുഗയോഗിക്ക് കൊടുത്തു. ആ ബ്രഹ്മമാകുന്ന സുഗമുടി ആർക്ക് കൊടുത്തു? പരീക്ഷത്തിന് കൊടുത്തു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം ഗുണമുള്ള ബ്രഹ്മാവായിട്ട് മാറിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. അദ്ദേഹം അത് നാരദന് കൊടുത്തു. പിന്നെ നാരദൻ എന്ന ബ്രഹ്മം തന്നെയാണ് നാരദൻ. നാരദൻ എന്ന ബ്രഹ്മം അല്ലെ ഭഗവാൻ ആർക്ക് കൊടുത്തു? വേദവ്യാസന് കൊടുത്തു. എൻ്റെ ഭഗവാനാകുന്ന ആ വേദവ്യാസം തന്നെ, അതായത് ബ്രഹ്മമാകുന്ന വേദവ്യാസം തന്നെ അതാർക്ക് കൊടുത്ത്? പുത്രനായ ശുഗന് കൊടുത്തു. ബ്രഹ്മം തന്നെയാകുന്ന ശുഗൻ അത് പരീക്ഷത്തിന് കൊടുത്തു. പരീക്ഷത്തുകാർ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ആർക്ക് തരുന്നു? പ്രമോദിനും തന്നു. പ്രമോദുകാർ തന്നെ ബ്രഹ്മം തന്നെ. അപ്പം സർവം ബ്രഹ്മമായി. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഇതിലൂടെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. നമുക്കിതെല്ലാം കാണുമ്പോൾ വേദവ്യാസൻ ഒരാൾ, ശുഗം വേറൊന്ന്, ഓരോ ആൾ മറ്റേ വലിയ വെച്ചത്, ഇതെല്ലാം നമുക്ക് തോന്നും. ഒന്നുമില്ല, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നിട്ട് അവർക്ക് കൊടുത്ത ഈ അമൂല്യമായ ജ്ഞാനദീപം പ്രകാശിക്കപ്പെടുന്നുവോ അവരിലൂടെയാണ് ഈ ജ്ഞാനമാവുന്ന ദീപം, ഏത് വേദങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ ആ ശുദ്ധമായ മായാസംബന്ധമില്ലാത്ത ശോകരഹിതനും നാശരഹിതനുമായ സ്വസ്വരൂപമായ പരബ്രഹ്മത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇങ്ങനെ ജ്ഞാനം കൈമാറിയ ആ പരബ്രഹ്മത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇത് തന്നെ ഗായത്രി എന്ന ബ്രഹ്മവിദ്യ, ഗായത്രി മന്ത്രത്തിൻ്റെ വേറൊരു രൂപമാണ് ഇത്. ഏതൊരു വ്യക്തി 20 ഏതൊരു വ്യക്തിയെ ഭാഗവതത്തെ ബ്രഹ്മദേവന് കരുണയാൽ ഉപദേശിച്ചുവോ, ആരാണ് ബ്രഹ്മദേവന് ഉപദേശിച്ചത്? ആ ശ്രീഹരി തന്നെ അല്ലേ, ആ ബ്രഹ്മം തന്നെ. ആ സർവജ്ഞനും സർവസാക്ഷിയുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. ഇപ്പൊ എന്താണ് പറയുന്നത്? ആ സർവജ്ഞനും സാക്ഷിയുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. അപ്പൊ ശ്രീകൃഷ്ണൻ ഇപ്പം പറഞ്ഞു, ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ആര് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. കേൾക്കുന്ന ഞാനും ആരാണ്? ബ്രഹ്മം തന്നെയാണ്. എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ഈ ഭാഗവതം പറയുന്ന ശൈലിയാണിത്. എന്ത് പറയുമ്പോഴും പ്രപഞ്ചത്തിലുള്ള സയൻസാണ് പറയുന്നുണ്ടെങ്കിലും സൃഷ്ടിയുടെ കാര്യമാണ് പറയുന്നത്, അതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞു വെച്ചേക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ ഇതിനെയൊന്നും വ്യത്യസ്തമായിട്ടൊന്നും കണ്ട. ചക്കയും മാങ്ങയെല്ലാം ഉണ്ടായത് ഭഗവാൻ തന്നെ, ഇവിടെ ചക്കയും മാങ്ങയെല്ലാം ബ്രഹ്മം തന്നെ. അതുകൊണ്ട് അതിനെ രണ്ടായിട്ടൊന്നും കാണണ്ട. രണ്ടായിട്ടുണ്ട് ശരി തന്നെ, പക്ഷേ എന്നാലും അത് ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വെച്ചിട്ടാണ് പറയുന്നത്. ഇനി 21 പറയുകയാണ്, ആര് സംസാരമാകുന്ന പാമ്പിനാൽ കൊത്തപ്പെട്ട പരീക്ഷത്തിന് അപ്പം കാലമാണ് കൊത്തിയിരിക്കുന്നത്. കാലമാകുന്ന സംസാരമാകുന്ന പാമ്പാണ് കൊത്തിയിരിക്കുന്നത്. ആ പരീക്ഷിത്ത് മഹാരാജാവിനെ മുക്തനാക്കിയോ. അദ്ദേഹത്തെ മുക്തനാക്കിയ ആരാണ്? ഈ ഭാഗവതം വായിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട്. ആ യോഗികളിൽ ശ്രേഷ്ഠനായ ബ്രഹ്മസ്വരൂപിയായ, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ശുഗമുനിക്ക് നമസ്കാരം. ശുഗമുനി ആരുന്ന ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മസ്വരൂപനായ ആ ശുഗമുനിക്ക് നമസ്കാരം. ഇനി 22, ദേവന്മാർക്കും ഈശ്വരനായ പ്രഭു
ഇല്ല. നമ്മളീ ദേവന്മാർ എന്നല്ല പറയുന്ന പ്രപഞ്ചത്തിലെ 30 വസ്തുക്കളും ദേവന്മാരാണ്. നമ്മളും ദേവന്മാരാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ദേവതകളാണ്. ഞാനും ദേവതയാണ്, കേൾക്കുന്നവരും ദേവതയാണ്. അങ്ങ് ഞങ്ങളുടെ നാഥനാണ്. അപ്പം ദേവന്മാരുടെ എല്ലാം ഈശ്വരനായ ബ്രഹ്മ. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ആ ബ്രഹ്മമാണ്, ശ്രീഹരിയാണ്. അത് ഞങ്ങളുടെ നാഥനാണ്. ഞങ്ങളുടെ എന്നാണ് നമ്മളെല്ലാവരുടെയും നാഥനാണ്. അങ്ങ് ഞങ്ങളിൽ ഭക്തി ഉണ്ടാക്കണേ. അങ്ങ് തന്നെയാണ് നമ്മളിൽ ഭക്തി ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും അതെല്ലാം ഭക്തി ഉണ്ടായാലും ആ ഭക്തി ഉണ്ടാകുന്നതിന് കാരണം അദ്ദേഹമാണ്. അദ്ദേഹം നിരീശ്വരവാദി, എല്ലാത്തിനെയും ദ്വയമായിട്ട് സൃഷ്ടിച്ചു. ഭക്തനുണ്ടെങ്കിൽ നിരീശ്വരവാദിയുണ്ട്. ഈശ്വരനെ ചിന്തിക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ നിരീശ്വരവാദിയുണ്ട്. രണ്ടിനെയും സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്, ദ്വയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ കുടിക്കാത്തവരുണ്ട്, നല്ല ആളുണ്ടെങ്കിൽ ചീത്തയാളുണ്ട്. ഇതൊന്നും അത് രണ്ടും ആയതും ഈ ശക്തി തന്നെയാണ്, അല്ല വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ആരെ കാണുമ്പോൾ കാലിലങ്ങ് വീണ് നമസ്കരിച്ചോ എന്ന് പറഞ്ഞത്. അത് കള്ളനാണ്, കള്ളുപിടിക്കാരനായാലും ആരായാലും വേണ്ടിയില്ല, അതിൽ ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുന്ന സനാതന ധർമ്മക്കാർക്കുള്ള ഉപദേശമാണ്. ഏതവനെ കണ്ടാലും കള്ളുകുടിയനെ തമ്മാടി ആരായാലും ഭഗവാനേ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ സനാതന ധർമ്മം, ഹിന്ദുത്വം, കുന്തം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് 23 ആരുടെ നാമകീർത്തനത്താൽ പാപമെല്ലാം അകലുന്നുവോ, ഏതൊരു നാമകീർത്തനത്താൽ ദുഃഖം ശമിക്കുന്നുവോ, ആ ശ്രീഹരി അതായത് ശ്രീഹരിയാകുന്ന ആ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 1 വർഷം എടുത്തതായിട്ടാണ് തോന്നുന്നത്. എത്രാമത്തെ ക്ലാസ്സാണ്? 336 ദിവസങ്ങളെന്ന് പറയാം. ഓരോ ദിവസവും വിട്ടതായിട്ട് ഓർമ്മയില്ല. അത്രയും ദിവസം കൊണ്ടാണ് ഈ ഭാഗവതം നമ്മൾ ഒരുവിധം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നിയത് സ്വർണ്ണത്താളത്തിൽ വെച്ചിട്ട് ഭാഗവതം എല്ലാവർക്കും കൊടുക്കണമെന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഭാഗവതം മാത്രമല്ല, ഈ വേദത്തിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ എന്തെല്ലാം ശാസ്ത്രജ്ഞാനങ്ങളാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ എല്ലാ ശാസ്ത്രവും അടങ്ങിയ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥങ്ങൾ, അതിൻ്റെ മഹത്വമെങ്കിലും ലോകത്തോട് പറഞ്ഞേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. യഥാർത്ഥത്തിൽ ഇതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വേദശാസ്ത്ര എക്സിബിഷൻ, വേദങ്ങളിലെ മഹത്വം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ, ശാസ്ത്ര സാങ്കേതിക എക്സിബിഷൻ എന്നെല്ലാം പറയുന്നില്ലേ, അതിനെയെല്ലാം കവച്ചു വെക്കുന്ന തരത്തിലുള്ള എക്സിബിഷൻ തിരുവനന്തപുരം പുഴയിൽ മലയാളികളുടെ ഇടക്കെങ്കിലും തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഈ വേദത്തിൻ്റെ ശാസ്ത്രീയ വശം ശരിയായ അർത്ഥസഹിതം മലയാളികളുടെ ഇടക്കെങ്കിലും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വേദശാസ്ത്ര എക്സിബിഷനോ പവലിയനോ എന്തോ പറയും, അത് സംഘടിപ്പിക്കുവാൻ സ്പോൺസർമാർ തയ്യാറായി വരിക.
അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി വരിക. എന്നിട്ട് കേരളത്തിൻ്റെ ഒരറ്റത്ത് മുതൽ മറ്റേ അറ്റത്ത് വരെ ഒരു അങ്ങനെ എക്സിബിഷൻ രൂപത്തിൽ വേദമഹത്വം ആ എക്സിബിഷന് കാണിക്കാൻ പറ്റാത്ത ലോകം ഞെട്ടുന്ന വിഷയങ്ങളുണ്ട്. ആ എക്സിബിഷൻ ലോകത്തെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിക്കും. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് പണം ഉണ്ടാക്കുകയും ചെയ്യും. എക്സിബിഷൻ തന്നെ ആൾ വരുമല്ലോ, ടിക്കറ്റെല്ലാം എടുത്തിട്ട് പിന്നെ സ്പോൺസർമാർ ഉണ്ടാവും, എന്തെല്ലാം ഉണ്ടാവും. അവർ വലിയൊരു സംഭവമാക്കിയിട്ട് കേരളം മുഴുവൻ ഒരു വർഷം കൊണ്ട് ഓരോ എക്സിബിഷനും ഓരോ നാട്ടിൽ ഒരു വർഷം കൊണ്ട് ഒരു എക്സിബിഷൻ ഒരു നാട്ടിൽ ഒരു 10 ദിവസം, തിരുവനന്തപുരത്ത് 10 ദിവസം, കൊല്ലത്ത് 10 ദിവസം, അങ്ങനെ കേരളത്തിലെങ്ങും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം ലോകത്തെ മുഴുവൻ അറിയിക്കാൻ അത് സഹായകരമായി തീരും. അത്രയും വലിയൊരു എക്സിബിഷൻ, സയൻസ് എക്സിബിഷൻ പോലും ലോകത്തിലുണ്ടായിട്ടില്ല. ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കും ആ എക്സിബിഷന്. അതിന് സാമർഥ്യമുള്ള ആൾക്കാർ നേതൃത്വത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അതിന് സ്പോൺസർമാർ സഹകരിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വേദങ്ങളെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ പറ്റുന്നതാണ്. അതുതന്നെയാണ് സ്വർണതാളത്തിൽ വെച്ച് ഭാഗവതം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭാഗവതം എന്ന ഈ നമ്മുടെ ഈ സംരംഭം അവസാനിക്കുകയാണ്. ഇനി ഈ സമയത്ത് ഈ വൈകുന്നേരത്താണല്ലോ ഇതിട്ടിരുന്നത്, നമ്മൾ ഉപനിഷത്തുക്കളുടെ ഭാഗം ഏകദേശം പകുതി ഉപനിഷത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉപനിഷത്ത് ഈ സമയത്ത് ഇടാമെന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള തുടർച്ചയായിട്ട് എല്ലാ ദിവസവും മറ്റുള്ള ഋഗ്വേദ യജുർവേദ എല്ലാ വഴിക്ക് എല്ലാം രാവിലെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗവതം ഇവിടെ അവസാനിക്കുന്നു.